അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലം രൂപത മുൻ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് എടുത്ത കേസ് പിൻവലിച്ചത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കോതമംഗലം രൂപത. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടുവെന്ന് കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലൈക്കണ്ടത്തിൽ. കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കോതമംഗലം രൂപത. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് വിജയം കണ്ടതെന്നും ആലുവ മൂന്നാർ രാജപാത എത്രയും വേഗം തുറന്നു കിട്ടണമെന്നും കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലൈക്കണ്ടത്തിൽ പറഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തെ വെച്ച് കോതമംഗലം രൂപതാധ്യക്ഷൻ മുൻ രൂപതാധ്യക്ഷന്മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും പേരിൽ എടുത്തിരുന്ന കേസ് പിൻവലിക്കാനായിട്ട് തീരുമാനമെടുക്കുകയുണ്ടായി. തുടർ നടപടികൾ ഉണ്ടാവുകയില്ല എന്നും ഈ ഉന്നതതല യോഗം അറിയിക്കുകയുണ്ടായി. അത് കോതമംഗലം രൂപത സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നടന്ന യോഗത്തില് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, അതോടൊപ്പം തന്നെ കോതമംഗലത്തിന്റെ MLA ശ്രീ ആന്റണി ജോൺ, ബഹുമാനപ്പെട്ട അരുൺ വലിയതാഴത്തച്ഛൻ, അതോടൊപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ, അതോടൊപ്പം തന്നെ MVJ കണ്ണൻ എന്നീ ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ആലുവ മൂന്നാർ രാജപാത തുറക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ച് 16-ന് പൂയംകുട്ടിയിൽ നടന്ന ജനകീയ സമരത്തിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, കോതമംഗലം MLA ആന്റണി ജോൺ, മറ്റ് ജനപ്രതിനിധികൾ, പുരോഹിതർ, പൊതുപ്രവർത്തകർ എന്നിവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഉന്നതതല യോഗം തീരുമാനിക്കുകയായിരുന്നു. സമരവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും പിൻവലിക്കാൻ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി A K ശശീന്ദ്രൻ, കോതമംഗലം MLA ആന്റണി ജോൺ, കോതമംഗലം രൂപത പ്രതിനിധി ഫാദർ അരുൺ വലിയതാഴത്ത്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ IFS, DCFM BG കണ്ണൻ IFS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സമയം പോകുന്നൊരു പോക്കെ. എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന്. കുടുംബത്തിന് വേണ്ടി തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു മാറ്റം എന്തായാലും വേണം. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, 1 വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ.